എൻ്റെ IAS ഇൻ്റർവ്യൂവിലെ ഒരു ചോദ്യവും ഉത്തരവും ഡിസ്കസ് ചെയ്യാം. 2012 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ സിവിൽ സർവീസസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ ദിവസം തന്നെയായിരുന്നു ഇന്ത്യയുടെ സുപ്രധാന മിസൈലായ അഗ്നി 5 ആദ്യമായി പരീക്ഷണം നടത്തിയതും. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ് സാർ. ചോദിച്ചു പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ്? ഞാൻ പറഞ്ഞു അഗ്നി 5 മിസൈൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ്. അപ്പോൾ അവർ ചോദിച്ചു വാട്ട് ഈസ് അഗ്നി 5? ഞാൻ പറഞ്ഞു അഗ്നി 5 ഈസ് എൻ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 5000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈലിനാണ് നമ്മൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ മിസൈൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഭയങ്കര രസകരമായിരുന്നു. അവർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ 5000 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ശത്രു ആരാണ്? എനിക്ക് തോന്നി ചൈന എന്ന് പറയണോ പാകിസ്ഥാൻ എന്ന് പറയണോ? ചൈന എന്ന് പറഞ്ഞാൽ ചോദിക്കും വൈ, എന്തുകൊണ്ട് ചൈന, എന്തുകൊണ്ട് പാകിസ്ഥാൻ? എനിക്ക് മൂന്നാമതൊരു ആൻസറാണ് വന്നത്. ഞാൻ പറഞ്ഞു സാർ, ബീയിങ് ദ കൺട്രി ഓഫ് മഹാത്മാഗാന്ധി, ബിലീവിങ് ഇൻ നോൺ വയലൻസ്, ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, വി ഡോണ്ട് വാണ്ട് ടു അറ്റാക്ക് എനിബഡി. മഹാത്മാഗാന്ധിയുടെ രാജ്യം, സമാധാനത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യം ഒരാളെയും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു വൈ മിസൈൽസ്? പിന്നെ എന്തിനാ മിസൈലുകൾ? ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ഡിറ്ററൻസ് മെക്കാനിസം. ഏതെങ്കിലും ഒരു ശത്രു നമ്മെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചാക്രമിക്കാനുള്ള ശേഷിയും കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ് നമ്മുടെ ആയുധ ഡെവലപ്മെൻറ്റുകളെല്ലാം.